നിർണായക പരിഷ്കരണവുമായി UGC ചട്ടങ്ങൾ പരിഷ്കരിച്ചു. സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള പൂർണ്ണ അധികാരം ചാൻസലറായ ഗവർണർക്ക്. കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് പുതിയ ചട്ടം ബാധകം. പുതിയ ചട്ടത്തിന് വിരുദ്ധമായി നടത്തുന്ന VC നിയമനം അസാധുവാകും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, എന്താണ് വിശദാംശങ്ങൾ? നിർണായക പരിഷ്കരണവുമായി UGC ചട്ടങ്ങൾ പരിഷ്കരിച്ചു. ജിഷ്ണു ചേരുന്നു. ജിഷ്ണു, വിശദാംശങ്ങൾ. സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനത്തിൽ നിർണായകമായ പരിഷ്കരണമാണ് ഇപ്പോൾ UGC കൊണ്ടുവന്നിട്ടുള്ളത്. സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനങ്ങൾക്ക് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്ക് പൂർണ്ണ അധികാരം നൽകുന്ന തരത്തിലാണ് ഇപ്പോൾ വിജ്ഞാപനം UGC പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിൽ വൈസ് ചാൻസലർമാരുടെയും അധ്യാപകരുടെയും ഒപ്പം അക്കാദമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനുമായുള്ള പരിഷ്കരിച്ച ചട്ടങ്ങളാണ് ഇപ്പോൾ UGC പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ചട്ടങ്ങൾ പ്രകാരം വ്യക്തമാക്കുന്നത് VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയെ നിയമിക്കാനുള്ള, അത് നിശ്ചയിക്കാനുള്ള അധികാരം ചാൻസലറായിട്ടുള്ള ഗവർണർക്കായിരിക്കും ഉണ്ടാവുക. അതായത് സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചാൻസലർ നിർദ്ദേശിച്ചിരിക്കുന്ന ആളായിരിക്കും ഈ കമ്മിറ്റിയുടെ അധ്യക്ഷനാവുക. ഒപ്പം രണ്ടാമത്തെ അംഗത്തെ UGC ചെയർമാൻ നാമനിർദ്ദേശം ചെയ്യാൻ സാധിക്കും. പിന്നീട് സിൻഡിക്കേറ്റ്, സെനറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ കൂടാതെ ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്നിങ്ങനെയുള്ള സമിതികൾക്ക് മൂന്നാമത്തെ അംഗത്തെയും നിർദ്ദേശിക്കാൻ സാധിക്കും. ഈ സെർച്ച് കമ്മിറ്റി 3 മുതൽ 5 വരെയുള്ള ആളുകളുടെ പേര് ചാൻസലർക്ക്, ഗവർണർക്ക് നിർദ്ദേശിക്കും. ആ പേരുകളിൽ നിന്നൊരാളെ നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണ്. ഒപ്പം പുനർനിയമനത്തിനും ചാൻസലർക്ക് പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാരും ചാൻസലറും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയും 2018 UGC വിജ്ഞാപനത്തിൽ VC നിയമനത്തിന്റെ പൂർണ്ണ അധികാരം ആർക്കാണ് എന്ന് രേഖപ്പെടുത്താത്തതും കഴിഞ്ഞ കാലങ്ങളിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിരുന്നു. രാജ്യത്ത് സുപ്രീം കോടതി വരെ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ എത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ UGC ചട്ടങ്ങൾ പുതുക്കിക്കൊണ്ട്, അതിന്റെ ചട്ടങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുള്ളത്. പുതിയ വിജ്ഞാപന പ്രകാരം സർവകലാശാലകളിൽ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്കാണ്. അനിൽ നമ്പ്യാർ. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു ജിഷ്ണു, നമുക്കറിയാം കേരളത്തിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിൽ ദീർഘകാലം പോരടിച്ചത്. ഇപ്പോൾ നോക്കൂ, ചാൻസലർക്ക് പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു. സർക്കാരിന് ഇടപെടാൻ ആവില്ല. ചാൻസലറുടെ അധികാരങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. പൊതുവെ സ്വാഗതാർഹമാണോ ഈ പരിഷ്കാരം? അൽനബർ, തീർച്ചയായും സർവകലാശാലകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചാൻസലർക്കും ഒപ്പം ഈ സെർച്ച് കമ്മിറ്റിയിലെ അംഗങ്ങളെ നിയമിക്കാനുള്ള അവകാശം തന്നെ നൽകിയിട്ടുള്ളത്. ഈ സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനെ ചാൻസലർക്ക് നിർദ്ദേശിക്കാനാകും. രണ്ടാമത്തെ അംഗത്തെ UGC ചെയർമാനാണ് നിർദ്ദേശിക്കുക. കൂടാതെ സിൻഡിക്കേറ്റ്, സെനറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ, ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്നിങ്ങനെയുള്ള സമിതികൾക്ക് മൂന്നാമത്തെ അംഗത്തെ നിർദ്ദേശിക്കാൻ സാധിക്കും. അത്തരത്തിൽ പൂർണ്ണമായും സർവകലാശാലയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കാൻ, അതിലേക്ക് അംഗങ്ങളെ നിർദ്ദേശിക്കാനുള്ള അവസരം ലഭിക്കും. പിന്നീട് ഈ സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന 3 മുതൽ 5 വരെയുള്ള ആളുകളുടെ പട്ടിക ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്ക് നൽകും. ചാൻസലർക്ക് ആ പട്ടികയിൽ നിന്ന് ഒരാളെ VC ആയി നിയമിക്കാൻ സാധിക്കും. ഇതിലൂടെയും വളരെ കൃത്യമായി ചട്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് വൈസ് ചാൻസലർ നിയമനം രാഷ്ട്രീയ നിയമനങ്ങൾക്കപ്പുറത്തേക്ക്, അല്ലെങ്കിൽ സർക്കാരുകളുടെ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് സർവകലാശാല UGC ചട്ടങ്ങൾക്കനുസൃതമായി വൈസ് ചാൻസലർ നിയമനം നടക്കും എന്നുള്ളത് തന്നെയാണ് ഈ പുതുക്കിയ ചട്ടങ്ങളിലൂടെ അത് നടപ്പാക്കുമ്പോൾ വരാൻ പോകുന്നത് എന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധരുൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും അനിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ, കേരളത്തിലും ഒപ്പം തമിഴ്നാട്ടിലും ഇത്തരത്തിൽ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട, സർവകലാശാലകളിൽ ചാൻസലറുടെ അധികാരവുമായി ബന്ധപ്പെട്ട, അധികാര തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. കേരളത്തിൽ അത് രൂക്ഷമായി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്നു. അത് മാത്രമല്ല, കേരളത്തിലും അതുപോലെ തമിഴ്നാട്ടിലും ചാൻസലർമാരുടെ നിലവിലുള്ള അധികാരങ്ങൾ കൂടി കവർന്നെടുക്കാനുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരത്തിൽ ഈ ചാൻസലർ സ്ഥാനത്തുനിന്ന് ഗവർണറെ മാറ്റാനുള്ള നീക്കങ്ങൾക്ക് പോലും കേരളം തയ്യാറെടുത്തിരുന്നു. നിയമപരമായി പരിശോധിക്കുമ്പോൾ ഈ കേസ് സുപ്രീം കോടതി വരെ എത്തിയിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടത് ഇപ്പോൾ UGC
അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്തിക്കൊണ്ടാണ് ഈ ഒരു വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുള്ളത്. നേരത്തെ 2018 UGC വിജ്ഞാപനത്തിൽ ഈ VC-യുടെ നിയമനാധികാരം ആർക്കാണ് എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരണമോ അതിന്റെ ചട്ടത്തിൽ അതൊരു കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം തർക്കങ്ങളിലേക്ക് കേരളം ഉൾപ്പെടെ പോയിട്ടുള്ളത്. കേരളത്തിലെ തർക്കം മുൻപ് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിൽ VC നിയമനത്തിൽ വന്നിട്ടുള്ള തർക്കം ദേശീയ തലത്തിൽ വരെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ദേശീയ തലത്തിൽ തന്നെ അത് വലിയ വാർത്താ തലക്കെട്ടുകൾക്കിടയാക്കിയിരുന്നു. ഇപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാത്ത തരത്തിലാണ് 2018 UGC വിജ്ഞാപനത്തിനപ്പുറത്തേക്ക് ആ ചട്ടങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് ഇപ്പോൾ UGC കരട് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുള്ളത്. പുതിയ വിജ്ഞാപന പ്രകാരം വൈസ് ചാൻസലറുടെ നിയമനത്തിന്റെ പൂർണ്ണ അധികാരം ചാൻസലർക്കാണ് വരുന്നത്. ചാൻസലർ കൂടി കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ എല്ലാ അധിക സംസ്ഥാനങ്ങളിലും സർവകലാശാലകളുടെ ചാൻസലർ പദവി അതത് ഗവർണർമാരാണ് വഹിക്കുന്നത്. ആ ഗവർണർക്ക് വൈസ് ചാൻസലർ നിയമനത്തിൽ പൂർണ്ണ അധികാരം ലഭിക്കും. വൈസ് ചാൻസലർ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനെ നിയോഗിക്കുന്നതും ചാൻസലർ ആയിരിക്കും. ആ കമ്മിറ്റിയിലേക്ക് ഒരംഗത്തെ UGCക്ക് നിയോഗിക്കാൻ സാധിക്കും. മറ്റൊരംഗത്തെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട സമിതികൾ, അത് സെനറ്റ് ആണെങ്കിലും മറ്റ് സിൻഡിക്കേറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ, ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്നിങ്ങനെയുള്ള സമിതികൾക്കും അംഗത്തെ നിയമിക്കാൻ സാധിക്കും. നിർണായക പരിഷ്കരണവുമായി UGC ചട്ടങ്ങൾ പരിഷ്കരിച്ചു. സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള പൂർണ്ണ അധികാരം ചാൻസലറായ ഗവർണർക്ക്. കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് പുതിയ ചട്ടം ബാധകം. പുതിയ ചട്ടത്തിന് വിരുദ്ധമായി നടത്തുന്ന VC നിയമനം അസാധുവാകും. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.